Hey all, welcome to my YouTube channel. So, നിങ്ങൾ ഈ വീഡിയോന്റെ thumbnail അല്ലെങ്കിൽ ടൈറ്റിൽ കണ്ട് വന്നവരാണെങ്കിൽ then you would be someone who love reading books. Or maybe ഒരു കാലത്ത് you might have read a lot of books. പക്ഷെ ഇപ്പോൾ സമയം അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ബുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഗിൽട്ടിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ഞാൻ ഈ സെക്കൻഡ് കാറ്റഗറിയിൽ പെട്ട ആളാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ റീഡിങ് ഹാബിറ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ലൈബ്രറി പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാൻ പോവാണ് ഇന്ന്. സോ ഐ തോട്ട് ഐ വിൽ ടേക്ക് യു ഗൈസ് ഓൾസോ അലോങ് വിത്ത് മീ. പക്ഷേ നമ്മൾ പോകുന്ന മുമ്പ് നമുക്ക് കുറച്ച് സംസാരിക്കാം. ഓക്കെ, സോ കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബിക്കോസ് ഞാൻ വളരെ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു റീഡർ ആയിരുന്നു. എനിക്ക് എൻ്റെ ഫേവറേറ്റ് പീരീഡ് ഒക്കെ ലൈബ്രറി പീരീഡ് ആയിരുന്നു. അന്നൊക്കെ കുട്ടികൾക്ക് ലൈബ്രറി പീരീഡ് അത്ര ഇഷ്ടമല്ല, കാരണം അവിടെ പോയിട്ട് യു ഹാവ് ടു മെയിൻറ്റെയിൻ സൈലൻസ്, മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ ലൈബ്രറിയും ചീത്ത പറയും. പക്ഷെ എനിക്ക് ആ ഒരു മണിക്കൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് വീക്ക്ലി വൺസ് ആണ് നമുക്ക് ലൈബ്രറി പീരീഡ് ഉണ്ടാവുക. ആൻഡ് നമുക്ക് ലൈബ്രറി കാർഡ് ഒക്കെ ഇഷ്യൂ ചെയ്യുമല്ലോ. അപ്പോൾ പെർ വീക്ക് യു ക്യാൻ ടേക്ക് ഓൺലി 1 book പെർ കാർഡ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫ്രണ്ട്സിന് റീഡിങ് അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കാർഡ് എടുത്തിട്ട് ഞാനൊരു 2-3 ബുക്സ് ഒക്കെ എടുക്കും വീക്ക്ലി. എന്നിട്ട് ഒരു വീക്കിൽ ഞാൻ 2-3 ബുക്സ് ഒക്കെ ഈസിലി തീർക്കും. അപ്പോൾ അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ വെൻ ഐ ലുക്ക് ബാക്ക്, ഞാനൊരു ബുക്ക് റീഡ് ചെയ്തിട്ട് കുറേ കാലമായി. എസ്പെഷ്യലി എനിക്ക് ആ റിയാലിറ്റി ചെക്ക് എപ്പോഴാണ് കിട്ടിയതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ പണ്ടത്തെ ഒരു ക്ലാസ്മേറ്റ് എനിക്ക് ഇന്നാൾ ഇൻസ്റ്റയിൽ ടെക്സ്റ്റ് ചെയ്തു ഹായ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് സംസാരിച്ചു. അപ്പോൾ അവൾക്കും ബുക്കൊക്കെ റീഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ലൈബ്രറി പീരീഡിനെ പറ്റിയൊക്കെ സംസാരിക്കായിരുന്നു. അപ്പോൾ ആളെന്നോട് ചോദിച്ചു, നീ ഇപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ബുക്സ് ആണ് റീഡ് ചെയ്യാറുള്ളത്? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ, ഒരു ബുക്ക് റീഡ് ചെയ്തിട്ട് എത്ര കാലമായി. ഞാൻ ബുക്കേ റീഡ് ചെയ്യാറില്ല ഇപ്പോൾ എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ റീഡ് ചെയ്യാറുണ്ട്. ഇയർലി 2 or 3 ബുക്സ് റീഡ് ചെയ്യാറുണ്ട്, വിച്ച് ഇസ് വെരി ലെസ്. സോ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഗിൽട്ടൊക്കെ ആയി. ശരിക്കും പണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വാട്ട് ആർ യു ഹോബീസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ റീഡിംഗ് എന്നൊക്കെ വളരെ പ്രൗഡായിട്ടാണ് പറയാറ്. കാരണം എനിക്കറിയില്ല, എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ അറിയില്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ റീഡിംഗ് ഹാബിറ്റ്സ് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ബാക്ക് ദെൻ വൈൽ ഐ വാസ് അറ്റ് സ്കൂൾ അത്രയ്ക്ക് സോഷ്യൽ മീഡിയ അത്രയ്ക്കൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. ഐ മീൻ, ഞാൻ അത്ര വയസ്സൊന്നും ആയിട്ടില്ല. ഐ എം 2000 ബോൺ, ബട്ട് സ്റ്റിൽ ഞാനൊരു 10th കഴിഞ്ഞ് ഞാൻ 11-12 ഒക്കെ ആയപ്പോഴാണ് ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ഓഫ് കോഴ്സ് വാട്സാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനമ്മയും ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കിനെ സമ്മതിക്കില്ലായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ മൊബൈലായിട്ട് വലിയ കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നു. അന്നത്തെ മിക്ക പിള്ളേരും അങ്ങനെയായിരുന്നു. എന്നിട്ട് പോലും ആക്ച്വലി റീഡിങ് ഹാബിറ്റ് കുറച്ച് കുറവായിരുന്നു അന്ന് തന്നെ. അതുകൊണ്ട് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടാണ് ഐ ലവ് റീഡിങ് ബുക്സ് എന്നൊക്കെ പറയാറ്. ആൻഡ് ഓൾസോ റീഡിങ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു. ദാറ്റ്സ് എ ഹ്യൂജ് തിങ്. ആൻഡ് എല്ലാവർക്കും റീഡിങ് ഹാബിറ്റ് ഇല്ല. ഓക്കെ, ആൻഡ് അത് വളരെ കൾട്ടിവേറ്റ് ചെയ്യാൻ പാടായ ഒരു ഹാബിറ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നത്. എനിക്കറിയില്ല, ഇപ്പം ഞാൻ റീഡിങ് ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്ത ഒരാളൊന്നും അല്ല. ഞാൻ പണ്ട് മുതലേ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഐ റീഡ് ബുക്സ്. അപ്പോൾ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ റീഡേഴ്സ് അങ്ങനെയാണ്, അവർ നാച്ചുറൽ റീഡേഴ്സ് ആണ്. പക്ഷെ പിന്നെ കുറേ പേര് ഇങ്ങനെ റീഡിങ് ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ പറയാറുണ്ട് ഭയങ്കര പാടാണ് ഈ ഒരു ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യാന്നുള്ളത്. ശരിക്കും ബുക്ക് റീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ, ഞാൻ പണ്ട് ബുക്ക് കുറേ ബുക്ക് റീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കാലത്ത് ഞാൻ കുറേ ടൈപ്പ് ഓഫ് ബുക്സ് റീഡ് ചെയ്യുമായിരുന്നു. ഞാൻ മെയിൻലി ഇംഗ്ലീഷ് ബുക്സ് ആണ് റീഡ് ചെയ്യുക. അതിൽ ഞാൻ ഫിക്ഷൻ റീഡ് ചെയ്യുമായിരുന്നു. പിന്നെ സെൽഫ് ഹെൽപ്പ് ബുക്സ്, എന്താ പറയുക, സെൽഫ് കോൺഫിഡൻസിനെ പറ്റി, മോട്ടിവേഷണൽ ബുക്സ്, അങ്ങനെ കുറേ സെൽഫ് ഹെൽപ്പ് ബുക്സ് റീഡ് ചെയ്യുമായിരുന്നു. പിന്നെ എന്താ പറയുക, ഫിലോസഫിക്കൽ ബുക്സ് ഒക്കെ കുറേ ഞാൻ റീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ ബുക്ക് റീഡ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ പെർസെപ്ഷൻ ടുവേർഡ്സ് ലൈഫ്, ആൾക്കാരോട് സംസാരിക്കുന്ന രീതി, ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്ന രീതികളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. നേരെ മറിച്ച് ഞാനിപ്പോൾ ബുക്ക് റീഡ് ചെയ്യൽ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞാൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് എനിക്കെന്നെ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ദാറ്റ്സ് എ ഗുഡ് ചേഞ്ച്. ബിക്കോസ് ശരിയാണ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്, ഫാക്ട്സ് ഉണ്ട്, ദാറ്റ്സ് ട്രൂ. പക്ഷേ എന്താ പറയുക, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ കുറേയൊക്കെ ഇറ്റ്സ് ജസ്റ്റ് ത്രോയിങ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ടു യുവർ ഫേസ്. അല്ലാതെ അവിടെ ഒരു തിങ്കിങ് സ്പേസ് കുറവാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ബുക്ക് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു തിങ്കിങ് സ്പേസ് ഡെവലപ്പ് ആവും. നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ പെർസീവ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ യു ഹാവ് വൈൽ റീഡിങ് ബുക്സ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ ഇഫ് യു ആർ someone who don't read books, trust me, mark my words, if you start reading books it will change your life. Again, it depends on what kind of books you read. പക്ഷെ ശരിക്കും എഴുതി വെച്ച എന്താ പറയുക, ബുക്ക് റീഡ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് ശരിക്കും ചേഞ്ച് ആവും. പിന്നെ ഓഫ് കോഴ്സ് പണ്ട് നമുക്ക് ബുക്ക് റീഡ് ചെയ്യാൻ കുറേ ടൈം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ സ്കൂളിലായിരുന്നു. പിന്നെ സ്കൂളിൽ പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല, ആകെ കൂടി ഒരു റെസ്പോൺസിബിലിറ്റി പഠിക്കുക എന്നുള്ളതാണ്. അതും നമ്മൾ ഡെയിലി ബേസിസിലൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കുറേ ടൈമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ജോലിയുണ്ട്, നമുക്ക് ഡെയിലി കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അതൊന്നും
those should not be an excuse to stop you from reading books. അപ്പോൾ അതൊന്നും ഒരു എക്സ്ക്യൂസേ അല്ല. നമുക്ക് സമയം കണ്ടെത്തണമെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തും. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തത് ദാറ്റ് ഐ ഹാവ് ടു റിവൈവ് മൈ റീഡിങ് ഹാബിറ്റ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോവാണ്. സോ ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, ലെറ്റ് ദിസ് വീഡിയോ ബി എ സൈൻ ഫോർ യു ടു either continue reading books or restart reading books, or if you're someone who do not have reading habit, please start at the earliest. കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പാടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് സ്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെയിലി 5 പേജ് വെച്ച് വായിക്കുക, അങ്ങനെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഓഫ്കോഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയി തോന്നും, ബിക്കോസ് റീഡിങ് പല ആൾക്കാർക്കും ബോറിംഗ് ആയി തോന്നാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നാച്ചുറലായിട്ട് റീഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ നിങ്ങൾ എത്ര ബോറിംഗ് ബുക്ക് തന്നാലും നമ്മളൊരു പരിധി വരെ നമ്മൾ വായിച്ചു തീർക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരു റീഡിങ് ഇഷ്ടമില്ലാത്ത ആൾക്ക് ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ബുക്ക് കൊടുത്താൽ പോലും അവർക്ക് എന്താ പറയുക, അത് ബോറിംഗ് ആയി തോന്നും. കാരണം ഇറ്റ്സ് ഹാർഡ് ഫോർ ദം ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി. പക്ഷെ പിന്നെ അതാ ഞാൻ പറയുന്നത്, ഞാൻ ഈ ഒരു ബുക്ക് ഒരാഴ്ചയിൽ വായിച്ച് തീർക്കും എന്നൊക്കെ ഒരു ഡെഡ് ലൈൻ വെക്കാതെ പെർ ഡേ 5 പേജസ് വെച്ച് വായിച്ച് മെല്ലെ മെല്ലെ കൂട്ടി തുടങ്ങിയാൽ ഇത് വലിയൊരു സംഭവം ഒന്നുമല്ല. യു ക്യാൻ ഇൻകൾക്കേറ്റ് ദിസ് ഹാബിറ്റ്. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ലൈബ്രറി പോകാം. ഇന്ന് എൻ്റെ കസിൻ എന്നെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. സോ കം ലെറ്റ്സ് ഗോ. സോ യെസ്, ഇതാണ് എൻ്റെ കസിൻ. അവൾക്കും റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്. സോ വി പ്ലാൻ വിൽ ഗോ ടുഗെദർ. പിന്നെ അച്ഛനും അമ്മയ്ക്ക് ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അവർ മെയിൻ റോഡിലാണ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി വി ഹാവ് റീച്ച്ഡ് ആ ലൈബ്രറി. ഭയങ്കര ഒരു സന്തോഷം, കുറേ കാലം കഴിഞ്ഞിട്ട് ലൈബ്രറിയിലേക്ക് വരുമ്പോൾ വെരി എക്സൈറ്റഡ്. അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയിലേക്കാണ് പോയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നല്ല ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ കണ്ടില്ലേ, കുറേ ചെരുപ്പുകളുണ്ട്, നല്ല തിരക്കുണ്ട് ഉള്ളിൽ. സോ യെസ്, നമുക്ക് കയറാം. അപ്പോൾ ഇതൊരു 3 സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ്, 3 ഫ്ലോർസ് ഉണ്ട്, ഫുൾ ഓഫ് ബുക്സ്. അപ്പോൾ റീഡിങ് ഇഷ്ടമുള്ള ഒരാൾക്ക് മനസ്സിലാവും ഹൗ എക്സൈറ്റിംഗ് ദിസ് ഇസ്. ആൻഡ് അവർ ഒരു മെമ്പർഷിപ്പിന് വേണ്ടി ഒരു ഫോം ഫില്ല് ചെയ്യാൻ തന്നു. സോ ആ ഫോം ഫില്ല് ചെയ്തു, പൈസ അടച്ചു, മെമ്പർഷിപ്പ് എടുത്തു. ആൻഡ് ഹിയർ വി ഹാവ് എ മോണിറ്റർ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ വല്ല ബുക്ക് വേണമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് വന്നതെങ്കിൽ യു ക്യാൻ സെർച്ച് if that book is available, and if it is, അവരെ കോഡൊക്കെ പറഞ്ഞാൽ they'll guide you in which row you can find the book. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഇവിടെ ഫുൾ സെൽഫ് ഹെൽപ്പ് ബുക്സ്, പിന്നെ മലയാളം നോവൽസ് ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ കിഡ്സ് സെക്ഷൻ ഉണ്ട്. കിഡ്സ് സെക്ഷൻ ഇൻ ദ സെൻസ് കിഡ്സ് ബുക്കൊക്കെ കിട്ടുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് എനിക്ക് ഫിക്ഷനൊക്കെ ആയിരുന്നു വേണ്ടത്. സോ വി വെന്റ് ടു ഫസ്റ്റ് ഫ്ലോർ. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം കുറച്ച് സ്കൂളാണോ കോളേജാണോ എന്നറിയില്ല, കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലൈബ്രറി വിസിറ്റ് ആണോ തോന്നുന്നു, സൺഡേ ആയിരുന്നു, പക്ഷേ എന്തോ ലൈബ്രറി വിസിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു രസമാണല്ലോ, ലൈക്ക് ബുക്കിന്റെ ചാകരയാണ് ഇത് കാണുമ്പോൾ. ഈ ബുക്ക് റീഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും വികാരം. ലൈക്ക് ഭയങ്കര ആക്രാന്തമാണ് ഈ ബുക്കുകളൊക്കെ കാണുമ്പോൾ, എല്ലാം എടുത്തുകൊണ്ട് അങ്ങ് പോവാൻ. പിന്നെ അവിടെ ഇങ്ങനെ ഓരോന്നും മെൻഷൻഡ് ആയിരുന്നു, ലൈക്ക് എന്താ നോവൽസ് എവിടെയാണ്, ലൈക്ക് ബയോഗ്രഫീസ് എവിടെയാണ്, അങ്ങനെ ലൈക്ക് കുറേ എന്താ പറയുക, എനിക്ക് തോന്നി ലോകത്തെ എല്ലാ ബുക്കും എന്താ ഈ ലൈബ്രറിയിൽ ഉണ്ടെന്ന് തോന്നിപ്പോയി, അത്രയും ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, കാരണം ഞാനൊന്നും പ്ലാൻഡ് ആയിട്ടൊന്നും അല്ല വന്നത്. അപ്പോൾ ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ഈച്ച് റാക്ക്, ലൈക്ക് ലിറ്ററലി ഈച്ച് റാക്ക് ടു സീ ലൈക്ക് വാട്ട് ഐ ക്യാൻ ചൂസ്. അപ്പോൾ ലൈക്ക് അവൾക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് വായിക്കാൻ. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ സ്പ്ലിറ്റായി, ഞങ്ങളുടേതായ ലോകത്തായിരുന്നു. ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ഓവർവെൽമിംഗ് ആയി തോന്നും, ഹോ ഇത്ര ബുക്സ് ഉണ്ടല്ലോ, എങ്ങനെയാണ് തിരഞ്ഞെടുക്കാന്നൊക്കെ. പക്ഷേ എനിക്ക് ഈ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബുക്സ് തരുന്ന പ്രോസസ്സ് എനിക്ക് ഒരിക്കലും ടയറിംഗ് ആയി തോന്നാറില്ല. ആൻഡ് ഓൾസോ ഞാൻ എല്ലാ ബുക്കിൻ്റെയും കുറച്ച് അതിൻ്റെ ഒരു സമ്മറി ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ വായിച്ചിട്ടാണ് ഞാൻ ബുക്ക് എടുക്കാറ്. ഞാൻ റാൻഡം ആയിട്ടൊന്നും എടുക്കാറില്ല. ലൈക്ക് നമ്മൾ കേൾക്കാത്ത ബുക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യും. ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഡയറക്റ്റ്ലി എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ 3rd ഫ്ലോറിൽ പോയി. 3rd ഫ്ലോറിൽ ബേസിക്കലി എന്താ പറയുക, റീസെർച്ച് സ്റ്റുഡൻസ്, PhD ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്ന ഏരിയ ആണ്. ആൻഡ് ദേ ഹാവ് റിസർച്ച് ബുക്സ് ഓൾസോ. ശരിക്കും അവിടുത്തെ ബെസ്റ്റ് ഫ്ലോർ 3rd ഫ്ലോർ ആണ് കേട്ടോ, ബിക്കോസ് കുറേ സീറ്റിംഗ് ഏരിയാസ് ഉണ്ട്. ഇതിനെക്കാട്ടിലും ഇപ്പം നിങ്ങൾ കാണുന്നതിനാട്ടിലും ഭംഗിയുള്ള സീറ്റിംഗ് ഏരിയാസ് ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ആൾക്കാർ സീരിയസ് ആയി പഠിക്കുകയായിരുന്നു. ആൻഡ് വി ഷുഡ് റെസ്പെക്ട് ദി പ്രൈവസി ഓൾസോ. സോ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. സോ ഞങ്ങൾ അവിടെ എടുത്ത ബുക്സ് ഒക്കെ കുറച്ച് വായിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വി കെയിം ബാക്ക്.